ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് പെന്നയെ കൊണ്ട് പാസ്ത ഉണ്ടാക്കിയാലോ. പെന്നെ പാസ്ത. നമ്മുടെ ഈ പെന്നയാണ്, ഈ സാധനമില്ലേ, ഈ ട്യൂബ് പോലെ ഞാൻ പൊട്ടിച്ച് കാണിക്കാം. ഇതൊരു പാക്കറ്റുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മഷ്റൂം വിത്ത് ചിക്കൻ എടുക്കുന്നത്. ചിക്കൻ മഷ്റൂം പാസ്തയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം, മഷ്റൂം ഒന്ന് അരിഞ്ഞെടുക്കണം, ഇതൊന്ന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ മക്രോണി ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടു. ഇതാണ് സാധനം, കണ്ടോ. മാക്രോണി അല്ലേ, തന്നെയാണ്. ഈ മഷ്റൂം നമുക്ക് അരിഞ്ഞെടുക്കാം. അതിനകത്ത് കുറച്ച് ചിക്കനെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ബോയിൽ ചെയ്യാം. അതിന് മുന്നേ ഈ മഷ്റൂം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഒരു പാത്രം വെള്ളം, ഒരു ഫുള്ള് വെച്ചിട്ടില്ല, പകുതി പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് ഇത് വേവിക്കാനായിട്ട്. അതിലേക്കൊരു അല്പം നമ്മുടെ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി, 1 ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പെന്നെ നമുക്കിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വേവിച്ച് ഊറ്റിയെടുക്കണം. ആ സമയത്ത് നമുക്ക് മഷ്റൂം വൃത്തിയാക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ മഷ്റൂം. ഇതിൻ്റെ ചുവട് ഭാഗം ഒന്ന്, ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. നമ്മുടെ ഗാർഡൻ എന്ന് പറയാൻ പറ്റത്തില്ല, മഷ്റൂം പുരയിൽ, കൂൺപുരയിലുണ്ടായ കൂണാണിത്. ഇതാണ്, ഇങ്ങനെയാണ് നല്ല വിരിഞ്ഞ് നിൽക്കുന്ന കൂടാണിത്. ഇതിപ്പം ഇന്ന് രാവിലെ പറിക്കേണ്ടതായിരുന്നു, വൈകുന്നേരം ആയപ്പോൾ കൊണ്ടാണ് ഇന്നും കൂടി നിൽക്കുന്നത്. നമുക്കിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇതൊക്കെ നമുക്ക് നീളം കുറയ്ക്കാം, ഒത്തിരി ചെറുതാക്കണ്ട, കാര്യം കഷ്ണമായിട്ട് കടിക്കാൻ കിട്ടേണ്ടതല്ലേ. ഇങ്ങനെ ആക്കിയെടുക്കാം. നമ്മുടെ മഷ്റൂം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് ചേർത്ത് വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ പീസിന്ന് ഇട്ട് വേവിച്ചെടുക്കാം. നമ്മളുടെ ഈ പെനയൊന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ വേവാനായിട്ട്. നമുക്കത് ഓഫ് ചെയ്തിട്ട് കോരിയെടുക്കാം. ജസ്റ്റ് വെള്ളം മാറ്റി എടുക്കുക, ജസ്റ്റ് എടുക്കുക. ആവി അടിച്ച് കണ്ടോ. അപ്പോൾ ഇത് ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കൊടുത്ത് ചെറിയ പീസാക്കി കൈ കൊണ്ട് തന്നെ അടർത്തി വയ്ക്കാം കേട്ടോ. കൈ കൊണ്ട് വെറുതെ പിച്ചി എടുത്താൽ മതി. ഒത്തിരി അങ്ങ് തീരെ ചെറുതാവുകയും വേണ്ട, എന്നാൽ ഒത്തിരി വലുതാവുകയും വേണ്ട എന്നുള്ള പരുവത്തിൽ മൊത്തത്തിൽ പിച്ചി എടുക്കാം. അപ്പോൾ നമ്മൾ വലിയൊരു പാൻ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തു. നമുക്കിതിലേക്ക് നമ്മുടെ കൂണും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഉരുകി വരട്ടെ, ആ സമയത്ത് നമുക്ക് കൂണും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൂണൊന്ന് വാടി കിട്ടുകയും ചെയ്യും, നമുക്ക് ബട്ടർ ഉരുകി കിട്ടുകയും ചെയ്യും. നന്നായി ഇത് ഇളക്കി കൊടുക്കാം. ബട്ടർ ഉരുകുകയും ചെയ്യും, നമ്മുടെ കൂണൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ പീസില്ലേ, കുറച്ചല്ലേ ഉള്ളൂ, അതിൽ നോക്കിയിട്ട് കൊടുക്കാം അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ആവശ്യം ചിക്കൻ കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചെടുത്തതേ ഉള്ളൂ. ഇത് നമുക്ക് നന്നായിട്ട് ബട്ടറൊക്കെ നന്നായിട്ട് വഴന്നുന്നുണ്ട്. നമ്മുടെ കൂണ് നന്നായിട്ട് വഴന്നുന്നുണ്ട്. ഇതിലേക്ക് അല്പം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരേ അളവെന്നാണ് പറയുന്നത്. ഒരേ അളവ് ബട്ടർ, ഒരേ അളവ് മൈദ, ഒരേ അളവ് തന്നെ പാലും എന്നാണ് പറയുന്നത്. ഇതാണ് വൈറ്റ് സോസ് എന്ന് പറയുന്ന ഘടകം ഇതാണ് കേട്ടോ. ഗ്രേവി ഉണ്ടാക്കുന്ന ഭാഗം ഇതാണ്. മൈദ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കിപ്പിടി അങ്ങനെ നന്നായിട്ട്
തിളച്ച് വരുന്നുണ്ട്. അതിൽ കുറച്ച് നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി ചേർക്കണം കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് കുരുമുളക്, ഇതിൻ്റെ സ്പൈസസ് കുരുമുളക് പൊടിയാണ് വരുന്നത്. കുരുമുളക് നിങ്ങളുടെ രുചിക്കനുസരിച്ച് എരിവിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം. അതിങ്ങനെ തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറവാണേ, ഉപ്പ് ഇട്ടിട്ടില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പെന ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ നമ്മളെ ക്രീമി ആയിട്ടുള്ള ചിക്കൻ മഷ്റൂം പെനെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കണം. കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ ക്രീമി ചിക്കൻ മഷ്റൂം പെനെ പാസ്ത ഇവിടെ റെഡി. അപ്പം വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു വീഡിയോ ഇവിടെ നാളെ വീണ്ടും കാണാം. അങ്ങനല്ലേ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? ബൈ.